ഹായ് ഗൈസ്, ഇന്ന് നമ്മൾ ഈ ലഗേജ് ഒക്കെ കയറ്റിയിട്ട് കൊച്ചി പോകാം. ഒന്ന് വൈബ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് സ്വന്തമായിട്ട് ഞങ്ങൾ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടാണ് കൊണ്ടുവന്നത്. പോകുമ്പോൾ തന്നെ മൂടങ്ങോട്ട് പോയി. ബസ്സിൽ നമുക്ക് ഇരിക്കാൻ സീറ്റ് ഇട്ടില്ല, അതുകൊണ്ട് ഈ ലഗേജ് ഒക്കെ കയറ്റിയിട്ട് നമ്മൾ ബസ്സിൽ നിന്നിട്ടാണ് പോയത്. അങ്ങനെ ഒരു വിധത്തിൽ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഹാനല്ല അപ്പം തന്നെ ഒക്കെപ്പാട് തീരുമാനമായിരുന്നു. പഠിച്ചോ കാത്ത് അതിനെങ്ങനെ ഒരാഴ്ചക്ക് പോകണമെങ്കിൽ ഒരു മാസത്തിനുള്ള ലഗേജ് കൊണ്ട് നമ്മൾ പിന്നെ വിശപ്പിന്റെ സൂക്കടലുണ്ടേ ഒക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് നമ്മൾ കുറച്ച് സ്നാക്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം ലഗേജ് ഉള്ളതുകൊണ്ട് തന്നെ ട്രെയിനൊക്കെ ബുക്ക് ചെയ്ത് വെച്ചിരുന്നു ഒരാഴ്ച മുന്നേ. പിന്നെ വ്ളോഗർമാരൊക്കെ എങ്ങനെ എത്ര കടന്നുറങ്ങുക, അപ്പൊ അങ്ങനെ ഉറങ്ങാൻ നോക്കിയത്. നമ്മളെ കൊണ്ട് ഇതൊന്നും നടക്കില്ല. നമ്മളെ കൊണ്ട് നടക്കുന്ന ആകെ ഒരു പരിപാടി എന്താ അതൊക്കെ തന്നെ. പിന്നെ പട്ടാമ്പി എത്തിയപ്പോൾ എന്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ നിന്ന് കുറച്ച് ഫുഡ് ഐറ്റംസ് കൊടുന്നു തന്നിരുന്നു. ഓളമ്മ എന്തായാലും കണ്ടറിഞ്ഞിട്ട് കുറെ ഉപ്പും മുളകിലിട്ട മാങ്ങ കൊടുത്തയച്ചു. പിന്നെ ഷൊർണൂർ എത്തിയപ്പോൾ എന്റെ ഉപ്പയും എന്റെ ചെറിയ അനിയനും വന്നിരുന്നു. അവരും കുറച്ച് ഫുഡ് ഐറ്റംസ് കൊടുത്തിരുന്നു. പിന്നെ നമ്മളിതാണ് വീട്ടിലുണ്ടാക്കിയ ഫുഡ്, സോയാബീൻ ബിരിയാണി. അങ്ങനെ ഇതൊക്കെ കണ്ട് കഴിച്ച ക്ഷീണത്തിൽ ഒന്നും അങ്ങോട്ട് മയങ്ങി നീച്ചപ്പത്തിനും കൊച്ചി എത്തി. പിന്നെ എന്റെ ഫ്രണ്ടിന്റെ കസിൻ ഉണ്ടായിരുന്നു ഇവിടെ. ഓനെ കണ്ടൊരു ഹായ് പറഞ്ഞിട്ട് നമ്മൾ ഊബർ വിളിച്ചിട്ട് നേരെ ഹോസ്റ്റലിൽ പോയി. ഒരു വിളിച്ചപ്പോൾ പറഞ്ഞ പേയ്മെന്റ് അല്ല അവിടെ പോയപ്പോൾ പറഞ്ഞത്. അതുകൊണ്ട് എന്താ നമ്മൾ അവിടെ നിന്ന് പോകുന്നു. രണ്ടാമതും ഒരു ഹോസ്റ്റലിൽ പോയി, അതും സെറ്റ് ആയില്ല. പിന്നെ അവസാനം 1 തൊട്ട് 3 ആണല്ലോ. അങ്ങനെ മൂന്നാമത്തെ ഹോസ്റ്റൽ സെറ്റ് ആയി. ആ ഒരു പുലിവരി നമ്മൾ കുറച്ച് ലൈമും സർബത്തൊക്കെ കുടിക്കാൻ പോയി. അത് കഴിഞ്ഞിട്ട് ഒരു ബൂസ്റ്റ് കുടിക്കും കുടിച്ചിട്ട് ഫുഡ് കഴിക്കാൻ പ്ലേറ്റും വാങ്ങിയിട്ട് നേരെ റൂമിൽ പോയി. അപ്പൊ അത്രേ ഉള്ളൂ, ബാക്കി പിന്നെ